കണ്ണുള്ളവർക്ക് കാണാൻ, കാതുള്ളവർക്ക് കേൾക്കാൻ, മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാൻ ഇതിനും വലിയ വ്യക്തമായ തെളിവുകളില്ല. ഗുജറാത്ത് കലാപം ഈ നാട്ടിലുണ്ടാക്കി ഇന്നിന്റെ രാഷ്ട്രീയത്തിൽ താരപരിവേഷത്തിൽ ഈ നാട് ഭരിക്കുന്നവരായി RSS സംഘപരിവാർ ഇങ്ങനെ നെഞ്ചു വിരിച്ച് ഈ നാട്ടിൽ നിൽക്കുമ്പോൾ ശക്തമായ മറ്റൊരു പ്രവർത്തനം കൂടി വന്നിരിക്കുന്നു, മതേതരത്വത്തെ കൊല്ലുന്ന രീതിയിൽ. ഗ്രഹാം സ്റ്റെയിൻസിനെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഈ നാടിൽ കുഷ്ഠരോഗികൾക്ക് വേണ്ടി, അനാഥർക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി പ്രവർത്തിച്ച ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെ 1999 അദ്ദേഹത്തെയും 6ഉം 10ഉം വയസ്സുള്ള അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെയും കാറിലിട്ട് ചുട്ടുകൊന്ന പ്രതിയെ ഒറീസ സർക്കാർ 14 വർഷത്തെ ജീവപര്യന്തം വലിയ രീതിയിൽ അവർക്ക് തിരിച്ചറിവുകൾ നൽകിയിരിക്കുന്നു. അവർ നല്ല ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്നവരാണ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറക്കി വിട്ടിരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്ന മഹീന്ദ്ര ഹെബ്രാം എന്ന പ്രതിയെ സ്വീകരിച്ചത് എങ്ങനെയാണെന്നറിയോ? ജയ് ശ്രീറാം എന്ന് പറയുന്ന ഈ നാടിന്റെ മതേതരത്വത്തെ കൊല്ലുന്ന രീതിയിൽ ഒരു മതത്തിന്റെ മുദ്രാവാക്യത്തെ മാറ്റുന്ന ആ ഒരു വംശഹത്യ നടത്തുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളുമായി അവർ ആ പ്രതിയെ സ്വീകരിക്കുകയാണ്. നോക്കൂ, ഇത്രമേൽ മതേതരത്വത്തെ കൊന്ന, മതേതരത്വത്തെ കീറിമുറിച്ച ഒരവസ്ഥയിൽ സംഘപരിവാർ RSS ഇന്നും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഗുജറാത്ത് കലാപം 2002 ഉണ്ടാകുമ്പോൾ ആ കലാപത്തിന്റെ മുൻപന്തിയിൽ നിന്ന ബജ്റംഗി വിഭാഗത്തിന്റെ തലവനായിരുന്ന പ്രതാപ് സിംഗ് സാരംഗി കഴിഞ്ഞ മന്ത്രിസഭയിൽ, മോദി മന്ത്രിസഭയിലെ മിനിസ്ട്രിയിൽ മന്ത്രിയായിരുന്നു അദ്ദേഹം. ആലോചിച്ചു നോക്കൂ, അത്രമേൽ സാന്നിധ്യമാണ് വംശഹത്യ നടത്തിയവർക്ക്, ഈ നാടിന്റെ പിന്നാമ്പുറങ്ങളിൽ കൊടും ക്രൂര കൊലപാതകങ്ങൾ നടത്തിയവർക്ക് മോദിയും സർക്കാരും നൽകുന്നത് എന്നുള്ളതാണ്. ഈ ഗ്രഹാം സ്റ്റെയിൻസിനെ കൊലവിളിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളെ ചുട്ടരിച്ചു കൊന്ന കേസിലെ പ്രതി 14 വർഷം ജയിലിൽ കടന്നപ്പോ വലിയ രീതിയിലുള്ള മാനസാന്തരം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറക്കുമ്പോൾ അതിന് മുൻപന്തിയിൽ നിൽക്കാൻ ഒറീസ മുഖ്യമന്ത്രി കൂടി ഉണ്ട് എന്നുള്ള വിരോധാഭാസവും കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. നോക്കൂ, ഇതാണ് RSS സംഘപരിവാറിന്റെ അജണ്ട. ഈ നാട്ടിൽ ക്രൈസ്തവരെ ആക്രമിച്ച് ഇന്നിന്റെ രാഷ്ട്രീയത്തിൽ നായകരായി മാറിയവർ, ഈ നാട്ടിൽ മുസ്ലിംസിനെ കൊലവിളിച്ച് ഇന്നിന്റെ പകലിൽ വലിയ രീതിയിൽ പകൽമാന്യരായി നിൽക്കുന്നവർ, കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം ഈ നാട്ടിലെ ഇന്നത്തെ യുവതലമുറ പഠിക്കരുത് എന്ന കൃത്യമായ ബോധ്യത്തോടെ പ്രവർത്തിക്കുന്നവരാണ് ഇന്ന് മഹീന്ദ്ര ഹെബ്രാമിനെയും ഈ നാട്ടിൽ ജയ് ശ്രീറാമിന്റെ മുറവിളിയോടുകൂടി താരപരിവേഷത്തിൽ മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ക്രൈസ്തവർ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് എന്ന് എപ്പോഴും വോക്സ് പറയുന്നത് അത് തന്നെയാണ്. കാരണം മുസ്ലിം ന്യൂനപക്ഷ ദളിതർക്ക് മാത്രമല്ല RSS സംഘപരിവാർ ഭീഷണിയാകുന്നത്, ക്രൈസ്തവർക്കെതിരെയുമാണ്. ജബൽപൂരിൽ നടക്കുന്ന ആക്രമണങ്ങൾ, അതേപോലെ തന്നെ രാജ്യത്തിൽ ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ സഭകൾക്കെതിരെ നടക്കുന്ന വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഒറ്റപ്പെട്ടതല്ല എന്ന് പലയാവർത്തി ഈ നാട്ടിലെ മാധ്യമങ്ങൾ വിളിച്ചു പറയുന്നതും അതുകൊണ്ടാണ്. ക്രൈസ്തവർക്ക് ഏറ്റവും അവസാനമായി കേരളത്തിൽ മുനമ്പത്തിൽ ക്രൈസ്തവരെ വഞ്ചിച്ച കേന്ദ്രമന്ത്രിയും ക്രൈസ്തവരെ വഞ്ചിച്ച BJPയുടെ പരാമർശങ്ങളും നമ്മൾ ഈ കഴിഞ്ഞ പകലുകളിൽ കണ്ടതാണ് എന്നും ചേർത്ത് വെക്കുക. അപ്പോ പോൾ വാർക്കർ പറഞ്ഞതുപോലെ തന്നെ വിദേശ മതപരമായ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാൻ വന്നവരാണ് ക്രൈസ്തവർ. അവർ ഈ നാടിന്റെ ഹൈന്ദവ സംസ്കാരത്തെ ഒരിക്കലും ചേർത്ത് വെക്കില്ല. അവരും ഈ നാടിന്റെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞു വെച്ചത് തന്നെ മനസ്സിലാക്കുക. കൂട്ടുത്തരവാദിത്തമായി ഒരുമയോടെ മതേതരത്വത്തിൽ ഊന്നിപ്പിടിച്ച് RSS സംഘപരിവാരത്തിനെതിരെ പ്രവർത്തിക്കേണ്ട സമയമായി എന്നുള്ളതാണ്.